കോഴിക്കോട്ടെ DMOR എന്ന തർക്കത്തിന് പരിഹാരം കോടതി വിധി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഡോക്ടർ ആശാദേവി ചുമതലയേറ്റെടുത്തു. തർക്കത്തെ തുടർന്ന് ഇന്നലെയും ഇന്നും ഡോക്ടർ ആശാദേവിയും നിലവിലെ DMO ഡോക്ടർ എൻ രാജേന്ദ്രനും DMO ഓഫീസിലെത്തി 2 കസേരകളിലായി ഇരിപ്പുറപ്പിക്കുകയായിരുന്നു. രാഹുൽ സുരേഷ് ചേർന്നു കോഴിക്കോട്. രാഹുൽ, കസേരക്കളിക്കൊടുക്കം വിരാമം, എന്താണ് വിശദാംശം? കോഴിക്കോട്ടെ DMOമാരുടെ കസേരക്കളിക്ക് ഒടുക്കം വിരാമമായിരിക്കുകയാണ്. ഡോക്ടർ ആശാദേവി ചുമതലയെടുത്തു. ഈ ആശാദേവിക്ക് ഈ പദവിയിലേക്ക് വന്നതിന് ശേഷം ഈ പദവി ഒഴിഞ്ഞുകൊടുക്കില്ലെന്ന് നിലവിലെ DMO ഡോക്ടർ എൻ രാജേന്ദ്രൻ തർക്കിക്കുകയും 2 ദിവസമായി ഇരുവരും DMO ഓഫീസിൽ രാവിലെ മുതലെത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കസേരകളിൽ ഇരുന്ന് തർക്കം തുടരുകയുമായിരുന്നു. ഇതിനിടയിൽ പ്രതിഷേധവുമായി ജീവനക്കാരടക്കം രംഗത്തെത്തി. ഒരു ജില്ലയുടെ ആരോഗ്യ സംവിധാനത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന DMOമാരുടെ തർക്കത്തിനൊടുക്കം വിരാമമായിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ സുരേഷ്, രാഹുൽ, എന്താണ് തീരുമാനം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, കോഴിക്കോട് DMO ഓഫീസിൽ 2 ദിവസമായി നടന്ന കസേരകളിയിൽ ഒടുവിൽ ആശാദേവി വിജയിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ആശാദേവി DMO ആയി ഇവിടെ ചുമതല ഏറ്റിട്ടുണ്ട്. 2 ദിവസമായി നമ്മൾ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതിനൊടുവിൽ അല്പസമയം മുമ്പാണ് ഡോക്ടർ ആശാദേവിയെ കോഴിക്കോട് DMO ആക്കിക്കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ആ ഉത്തരവ് കൈപ്പറ്റിയ ശേഷമാണ് അവർ ആ സ്ഥാനം ഏറ്റിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടുത്തെ നേരത്തെ DMO ആയിട്ടുള്ള ഡോക്ടർ എൻ രാജേന്ദ്രൻ ഇവിടെ നിന്നും പോകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും നേരം നമ്മളകത്ത് ആ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണെങ്കിലും 2 ദിവസം നീണ്ട ഒരു അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ ആശാദേവിയെ കോഴിക്കോട് DMO ആയിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 9-ാം തീയതി ഇത് സംബന്ധിച്ച സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. അതിൽ 7 പേരുടെ സ്ഥലമാറ്റമാണ് പറഞ്ഞിരുന്നത്. ആ സ്ഥലമാറ്റങ്ങൾ അതേപടി നടപ്പാക്കണമെന്നാണ് ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. അതുപ്രകാരം ഡോക്ടർ എൻ രാജേന്ദ്രൻ, നിലവിലെ DMO ആയിരുന്ന ഡോക്ടർ എൻ രാജേന്ദ്രൻ DHSന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി തിരുവനന്തപുരത്ത് ചുമതലയേൽക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അല്പസമയം മുമ്പ് ഡോക്ടർ എൻ രാജേന്ദ്രൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷേ അദ്ദേഹത്തോട് പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. തനിക്ക് ഉത്തരവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഡോക്ടർ ആശാദേവിയോടും നമ്മൾ പ്രതികരണം ആരാഞ്ഞു. അപ്പോഴും അവരും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനുമില്ല, താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് മറ്റ് പ്രതികരണത്തിലേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും 2 ദിവസത്തെ അനിശ്ചിതത്വത്തിനാണ് സർക്കാർ ഉത്തരവോടെ, ആരോഗ്യവകുപ്പിന്റെ ഉത്തരവോടെ ഒരു കർട്ടൻ വീഴുന്നത്. ഇപ്പോൾ MG പ്രതീക്ഷയുടെ തിരുവനന്തപുരത്ത് ചേർന്നു. പ്രതീക്ഷ, ഇപ്പോൾ പ്രത്യക്ഷത്തിൽ രാജേന്ദ്രനും ആശാദേവി മാത്രമാണ് പ്രശ്നമെങ്കിലും ഈ അടുത്ത് വന്ന ഈ DMOമാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് പരക്കെ ആക്ഷേപമുണ്ട്. രാഷ്ട്രീയ സ്വാധീനം, ഇടപെടൽ സ്ഥലമാറ്റത്തിൽ ഉണ്ടായെന്ന് പറയുന്നു. ഈ DHS ആണ് ഇത്തരത്തിൽ DMOമാരെ സ്ഥലം മാറ്റുമെന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിലൊരു അധികാര തർക്കമുണ്ടായ 2 ദിവസം വേണ്ടി വന്നോ DHSനും വകുപ്പ് മന്ത്രിക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ? എന്തൊക്കെയാണ് സർക്കാരിന്റെ നിലവിലെ തീരുമാനങ്ങൾ? സുഹൈൽ, ആരോഗ്യവകുപ്പിന് തന്നെ നാണക്കേടായ സിനിമാ സ്റ്റൈൽ കസേരകളിയാണ് കോഴിക്കോട് DMO ഓഫീസിൽ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായത്. വൈകിയെങ്കിലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ പുതുതായി വരുന്ന വിവരം. കാരണം സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് കാര്യമായി വിഷയത്തിൽ ഉണ്ടാകുന്നത്. കാരണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഈ തർക്കത്തിലേക്ക് വഴിവെച്ചത്. കാരണം 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട 7 പേരുടെ ഈ ട്രാൻസ്ഫർ ഉത്തരവ് ഇറങ്ങുന്നു. അതിൽ ചിലർ കോടതിയെ സമീപിക്കുകയും ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. തുടർന്ന് അതിനുശേഷം ഈ സ്റ്റേ കോടതി പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഈ കോടതി ഉത്തരവിൽ ചില അവ്യക്തതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നിലവിലെ DMO ഡോക്ടർ രാജേന്ദ്രൻ ഈ സ്ഥലം മാറി പോകാൻ വിസമ്മതിച്ചത്. ഇതോടുകൂടിയാണ് അവിടെ ഒരു തർക്കമുണ്ടായത്. പിന്നീട് ആരോഗ്യവകുപ്പ് ഇടപെടുകയും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം ഒരു ഉത്തരവായി തന്നെ നൽകിയിരുന്നു. മോസ്റ്റ് അർജന്റ് എന്ന പേരിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയും പിന്നീട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ ആശാദേവി കോഴിക്കോട് പുതിയ DMO ആയി ചുമതലയേറ്റിരിക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ മണിക്കൂറിൽ പറയാനുള്ളത്. വൈകിയെങ്കിലും കോഴിക്കോട്ടെ DMOമാരുടെ കസേരക്കളിക്ക് വിരാമം, സർക്കാർ ഇടപെടലുണ്ടായിരിക്കുന്നു. MG പ്രതീക്ഷയും രാഹുൽ സുരേഷുമാണ് വാർത്ത സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.